നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഇന്നെന്ത് സംഭവിച്ചു? ദുരൂഹതയുടെ 20-ാം മണിക്കൂർ. വെൽക്കം ടു 20th Hour. തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല. കള്ളക്കുറിച്ചിയിലാണ് സംഭവം. ക്രൂരത കാട്ടിയത് അമ്മായിയമ്മ. മകന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി അമ്മായിയമ്മ കൊലപ്പെടുത്തി. മകന്റെ ഭാര്യ അന്യജാതിക്കാരിയായത് ഇഷ്ടപ്പെടാത്തതാണ് കാരണം. കൊല്ലപ്പെട്ടത് 29-കാരിയായ നന്ദിനി. കൊല നടത്തിയത് 55-കാരി മേരി. മകൻ മരിയ റൊസാരിയോയുടെ ഭാര്യയായി നന്ദിനി വരുന്നത് 8 വർഷം മുൻപ്. തുടക്കം മുതൽ ഇവരുടെ ബന്ധം മേരിക്ക് ഇഷ്ടമായിരുന്നില്ല. പലതവണ ബന്ധം വേർപെടുത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ മകൻ അമ്മയുടെ ചെയ്തികൾ അംഗീകരിച്ചില്ല. ഒടുവിൽ തക്കം പാർത്തിരുന്ന മേരി കൃത്യം നിർവഹിച്ചു. മതപരമായ ഒരു ചടങ്ങിന് മരുമകളെ ഒപ്പം കൂട്ടി കഴുത്തറുത്തു കൊന്നു. ഭാര്യയുടെ മൊബൈൽ ഫോൺ ഓഫായതിനാൽ സംശയം തോന്നിയ മരിയ റൊസാരിയോ പോലീസിനെ അറിയിച്ചു. മരുമകളെ കൊലപ്പെടുത്തിയ വിവരം മേരി തന്നെ സമ്മതിച്ചു. അടുത്തുള്ള പുഴക്കരയിലാണ് മൃതദേഹം മറവ് ചെയ്തത്. നികിതയെ കൊന്നതാരാണ്? പുതുവത്സര ദിനാഘോഷത്തിന് നികിത മുൻ കാമുകന്റെ ഫ്ളാറ്റിൽ പോയതാണോ? അവിടെ വെച്ച് നികിതയെ അയാൾ കൊലപ്പെടുത്തിയതാണോ? മുൻ കാമുകന്റെ ഫ്ളാറ്റിൽ നികിതയുടെ മൃതദേഹം കണ്ടതോടെ പോലീസ് അന്വേഷണം ആ വഴിക്ക്. അമേരിക്കയിലെ മെരിലാൻഡിൽ കാണാതായ ഇന്ത്യൻ യുവതിയുടെ മൃതദേഹം കിട്ടി. നികിത ഗോഡിശാലയുടെ ശരീരത്തിൽ ആഴത്തിൽ കുത്തേറ്റ പാടുകൾ. സുഹൃത്തുക്കൾ നികിതയെ അവസാനമായി കണ്ടത് ഡിസംബർ 31-ന്. നികിതയെ കാണാനില്ലെന്ന് പോലീസിനെ അറിയിച്ചത് മുൻ കാമുകൻ അജിത് ശർമ്മ. അതേ ആളുടെ ഫ്ളാറ്റിലാണ് മൃതദേഹം കണ്ടത്. ഡിസംബർ 31-നാണ് നികിതയെ അവസാനമായി കണ്ടതെന്നായിരുന്നു അജിത്തിന്റെ പരാതിയിൽ പറഞ്ഞത്. അതേ ദിവസം അജിത്ത് ഇന്ത്യയിലേക്ക് പറന്നു. പോലീസ് എത്തുമ്പോൾ അജിത്ത് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നില്ല. കൊലപാതകം നടത്തിയത് അജിത് ശർമ്മ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ളത്.
അജിത്തിനായി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഇന്ത്യയിലെ ഡിഗ്രി പഠനത്തിന് ശേഷം അമേരിക്കയിലേക്ക് പോയ നികിത PG പൂർത്തിയാക്കിയാണ് ആരോഗ്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചത്. നികിതയുടെ സുഹൃത്തുക്കളും 3 ദിവസമായി അന്വേഷണത്തിലായിരുന്നു. അജിത്തിനെ തന്നെയാണ് അവരും സംശയിക്കുന്നത്. അമേരിക്കയിലെ ടെന്നസിയിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്ത. ഒരു നഴ്സ് തന്റെ 2 മക്കളെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയുടെ കാരണമറിയാതെ പോലീസും ബന്ധുക്കളും കുഴങ്ങുകയാണ്. ഈ ക്രൂരകൃത്യം ചെയ്യാൻ ഹെദർ തോംസൺ എന്ന 32-കാരിക്ക് പ്രേരണയായത് എന്താണ്? എല്ലാവരും മരിച്ചത് വെടിയേറ്റ് തന്നെയാണോ? പുറത്തുനിന്ന് ആരെങ്കിലും ഈ കൂട്ടമരണത്തിൽ പങ്കാളിയാണോ? ഹംഫ്രീസ് കൗണ്ടിയിലെ ഈ സംഭവത്തിൽ പോലീസ് ആദ്യം അന്വേഷിച്ചത് ഹെദറിന്റെ ഭർത്താവിനെയാണ്. ഇയാൾക്ക് മരണത്തിൽ പങ്കാളിത്തമില്ല എന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. ഹെദറും ഭർത്താവും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. കൗണ്ടി അധികൃതർ പറയുന്നത് ഹെദർ 3 പേരെയും വെടിവെച്ച് കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തുവെന്നാണ്. ഹെദർ കൊലപ്പെടുത്തിയ കുട്ടികളിൽ ഒരാൾ 4 വയസ്സും മറ്റൊരാൾക്ക് 13 വയസ്സുമാണ് പ്രായം. മുത്തശ്ശിക്കാവട്ടെ 88 വയസ്സായി. അയൽക്കാർക്ക് ഇവരുടെ വീട്ടിൽ വഴക്കുണ്ടായതായി വിവരമില്ല. മരണമറിഞ്ഞ് ഹൈദറിന്റെ ഭർത്താവ് ടെന്നസിയിലെത്തി. കുട്ടികളുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ സഹോദരിയുമൊത്ത് ടെന്നസിയിലേക്ക് പോകുന്നതായും അദ്ദേഹം നേരത്തെ സമൂഹമാധ്യമത്തിൽ പറഞ്ഞിരുന്നു. കൊല്ലം ഇടമണ്ണിൽ പിടിയിലായത് മോഷണം നടത്തി പണമുണ്ടാക്കാൻ ആസൂത്രണം നടത്തിയ ചെറുപ്പക്കാർ. സംഘത്തിൽ 3 പേർ. പകൽ ജോലി, ഓൺലൈൻ ഡെലിവറി. ആർക്കും സംശയം തോന്നില്ല. സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ നോക്കിവെക്കും. രാത്രി മോഷണത്തിനിറങ്ങും. അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇറങ്ങി. ഈ ക്യാമറ എവിടുന്ന് ഊരിയ? അല്ലെങ്കിൽ ഇടിച്ച് നിന്നെ മൂക്കാൻ അടിച്ച് ഓടിക്കും ഞങ്ങള്. ഞാനിങ്ങനെ ഇത് എവിടുന്ന് സൂപ്പർ ഐഡിയ അടിക്കും. ഇത് എവിടുന്ന് ഊരിയ? എവിടുന്ന ഊരിയ? ഞങ്ങൾക്ക് അടി കിട്ടേണ്ട കാര്യമില്ല. അടിക്കുന്ന ഞാൻ ഇവരും കൂടെ പിന്നെ എവിടുന്ന് ഊരിയ? നിന്നെ ഇടിക്കും. എവിടുന്ന് ഊരിയ? കണ്ടിവേ എവിടുന്ന് ഊരിയതാ? എവിടുന്ന് ഊരിയത്? എവിടുന്ന് ഊരിയത്? ഇത് എവിടുന്ന് ഊരിയതാ?
മോഷണത്തിനിറങ്ങിയ യുവാക്കളെ നാട്ടുകാർ പിടികൂടിയപ്പോഴുള്ള ദൃശ്യമാണിപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇടമണ്ണിലെ ഒരു വീട്ടിലെ ബൈക്കായിരുന്നു ഈ യുവാക്കളുടെ ഇന്നലത്തെ ലക്ഷ്യം. വീട്ടിൽ CCTV ഉണ്ടായിരുന്നത് തടസ്സമായി. CCTV അഴിച്ചെടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു. നാട്ടുകാരും പോലീസും അറിഞ്ഞു. ഓടി രക്ഷപ്പെടുന്നതിനിടെ 3 പേരെയും നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു. ഇതിനു മുൻപ് നടന്ന കവർച്ചകളിലും പങ്കുണ്ടെന്നാണ് നാട്ടുകാരുടെ സംശയം. പിടിയിലായവരിൽ സന്ദീപ്, സച്ചുമോൻ എന്നിവർ സഹോദരങ്ങളാണ്. മൂന്നാമൻ രാഹുലുമൊത്താണ് കവർച്ചകൾ ആസൂത്രണം ചെയ്തത്. കായംകുളത്തെ ലഹരി ഇടപാടിന് പിന്നിലെ കണ്ണികളെ തപ്പി പോലീസ്. പിടിയിലായത് 30-കാരി നൌഫിയ. നാട്ടുകാർ നൽകിയ വിവരങ്ങൾ നിർണായകമായി. ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ ദിവസങ്ങൾ നീണ്ട നിരീക്ഷണം ഫലം കണ്ടു. പരിചയമില്ലാത്ത സ്ത്രീകളെ പോലും നൌഫിയയുടെ വീട്ടിൽ വന്ന് പോകുന്നതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ലഹരി വസ്തുക്കൾ വാങ്ങാനായിരുന്നു വരവ്. നൌഫിയയുടെ വീട്ടിൽ നിന്ന് 7.5 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. ആരാണ് നൌഫിയയ്ക്ക് MDMA എത്തിച്ചു നൽകുന്നത്? നൌഫിയയുടെ അടുത്ത സുഹൃത്താണ് ഈ സംഭവത്തിലെ മുഖ്യ കണ്ണി എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. തൃക്കുന്നപ്പുഴയിൽ നിന്ന് 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. സംഭവത്തിൽ സാജിദ്, കാശിനാഥൻ എന്നിവരിൽ നിന്നും MDMA പിടിച്ചെടുത്തു. ആ പ്രതികളുടെ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പുതുവത്സരാഘോഷത്തിന് ജില്ലയിൽ പലയിടത്തേക്കും രാസലഹരി ഈ സംഘം എത്തിച്ചു എന്നുള്ള വിവരം നേരത്തെ തന്നെ പോലീസിന് കിട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ അന്വേഷണമാണ് നൌഫിയയിലേക്കടക്കം എത്തിയത്. ഇനി അറിയാനുള്ളത് നൌഫിയയുടെ അടുത്ത സുഹൃത്ത്, ആ മുഖ്യ കണ്ണി ആരാണ്, അയാൾ എപ്പോൾ കുടുങ്ങും? കാത്തിരിക്കാം. തിരിച്ചു വരാം, ഇടവേള. ബംഗളൂരുവിൽ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളെ കണ്ടെത്തിയത് CCTV. രണ്ടാഴ്ചത്തോളമായി ഒരു തുമ്പും കിട്ടാതെ പോലീസ് തെളിവ് ലഭിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയായിരുന്നു. തെളിവില്ലാതെ കുഴങ്ങുന്ന ബാംഗ്ലൂർ പോലീസിനെയായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ 100-ലേറെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഒടുവിൽ
അധികം ശ്രദ്ധിക്കപ്പെടാതിരുന്ന CCTVയിൽ അക്രമി കുടുങ്ങി. സംഭവം നടന്നത് ഡിസംബർ 16 രാത്രിയാണ്. ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഡോക്ടർ. ഓട്ടോയിൽ വന്നിറങ്ങി ഗേറ്റിലേക്ക് നടന്നു പോകുമ്പോൾ പൊടുന്നനെയായിരുന്നു ആക്രമണമുണ്ടായത്. സ്കൂട്ടറിൽ വഴി ചോദിച്ചെത്തിയതാണ് യുവാവ്. ആ യുവാവാണ് ഡോക്ടറെ കടന്നു പിടിച്ചത്. തടയാൻ ശ്രമിച്ചപ്പോൾ വലിച്ചിഴച്ച് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ കൊടുത്ത മൊഴി പ്രകാരം സ്ഥലവും പരിസരവുമെല്ലാം പോലീസിന് കൃത്യമായി കിട്ടി. പക്ഷേ ആളാരാണ്? CCTVകൾ ധാരാളമുണ്ടായിരുന്നു. ഒന്നിലും അക്രമിയുടെ മുഖം വ്യക്തമായില്ല. ഒടുവിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത വിധം ഹോസ്റ്റലിന് സമീപത്തുള്ള ഒരു ക്യാമറയാണ് പോലീസിനെ സഹായിച്ചത്. അക്രമി സ്കൂട്ടറിൽ നിന്ന് വരുന്നതും ഡോക്ടറുടെ അടുത്തെത്തുമ്പോൾ വേഗം കുറയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. പിന്നെ മുന്നോട്ടു പോകുന്നു, പലതവണ തിരിച്ചു വരുന്നു. ഇതെല്ലാം CCTVയിൽ വളരെ വ്യക്തമായി കാണാം. അങ്ങനെയാണ് രാകേഷ് എന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വളർത്തുനായെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തു. ഗൃഹനാഥനെ കുത്തി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി തന്നെ. പ്രതി പിടിയിൽ. സ്ഥിരം മദ്യപാനിയായ മയ്യനാട് സ്വദേശി രാജീവ് വീട്ടിൽ 2 നായ്ക്കളെ വളർത്തുന്നുണ്ട്. ഈ നായ്ക്കളെ ഇയാൾ ഉപദ്രവിക്കുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ നായ്ക്കളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ നാട്ടുകാരനായ കബീർ കുട്ടി ഇത് ചോദ്യം ചെയ്തു. രാജീവും കബീർ കുട്ടിയും തമ്മിൽ തർക്കമായി. വാക്കുതർക്കം അവിടെ അവസാനിച്ചില്ല. രാജീവ് കബീർ കുട്ടിയുടെ വീട്ടിലെത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ ദൃശ്യങ്ങൾ കാണാം. മുച്ചി ചവിട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോലീസിനെ വിളിക്കാം. വിളിക്കൂടാ ഇവിടെ. മുച്ചി ചവിട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോലീസിനെ വിളിക്കാം. വിളിക്കൂടാ ഇവിടെ. വീട്ടിലെത്തി ഇത്തരത്തിൽ രാജീവ് ബഹളം വെച്ചതിനെതിരെ പരാതി നൽകാൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ ഒരുങ്ങുകയായിരുന്നു കബീർ കുട്ടി.
ഇതിനിടെയാണ് വീട്ടിൽ നിന്ന് വെട്ടുകത്തിയുമായി എത്തിയ രാജീവ് കബീർ കുട്ടിയുടെ നെഞ്ചിൽ ആഞ്ഞു കുത്തിയത്. മയ്യനാട് പനവയലിലെ കബീർ കുട്ടി എന്നയാളെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചതിന് അയൽവാസിയായ രാജീവിനെ കൊട്ടിയം പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് രാജീവൻ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ നിരന്തരമായി രാത്രിയിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതിനെ അയൽവാസിയായ കബീർ കുട്ടിയും കുടുംബവും ചോദ്യം ചെയ്തു. ഈ വിരോധത്തിൽ രാജീവൻ ഇന്നലെ കബീർ കുട്ടിയെ വീട് കയറി ആക്രമിക്കുകയും തുടർന്ന് കബീർ കുട്ടി ഇതിന് പരാതി പറയാനായിട്ട് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയുമായി രാജീവൻ കബീർ കുട്ടിയുടെ നെഞ്ചിൽ കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. പോലീസിന്റെ പ്രതികരണമാണ് കേട്ടത്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് വളരെ കൃത്യമായി പറയുന്നു. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ കബീർ കുട്ടിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രതിയുടെ ദൃശ്യങ്ങളൊന്ന് കാണാം. കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച് കടത്തിയ യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു മോഷണം. CCTV ക്യാമറകളിൽ മോഷ്ടാവിന്റെ ദൃശ്യം വ്യക്തം. വിലങ്ങറ ഉദയ ജംഗ്ഷനിലെ കർഷകൻ തങ്കച്ചന്റെ റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങൾ സഹിതമാണ് നാട്ടുകാർ പരാതി നൽകിയത്. രാത്രി 1 മണിക്കായിരുന്നു സംഭവം. പക്ഷേ 1 മണി തൊട്ട് എൻ്റെ CCTVക്കകത്ത് നോക്കിയപ്പോൾ 1 മണി തൊട്ട് 2 മണി വരെയുള്ള സംഭവമാണ്. 4 ഷീറ്റിന് വേണ്ടി മാത്രം ആയിരിക്കത്തില്ല ഇവിടെ വന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. ഇതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വാതിലിൽ ഇങ്ങനെ വന്ന് തട്ടിയായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഇത്രയും കാര്യമായിട്ട് എടുത്തിട്ട് അന്ന് CCTV ഒന്നും ഇല്ലായിരുന്നു വീട്ടിൽ. ഇപ്പം ഈ ഷീറ്റിന് വേണ്ടി മാത്രം ആയിരിക്കത്തില്ല. ഇവിടെയൊക്കെ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്നവരാണ്. മുമ്പേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരിൽ ഒരാളുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. പ്രതി ബൈക്കിലെത്തിയാണ് കവർച്ച നടത്തിയത്. ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ നാട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ആ CCTV ദൃശ്യങ്ങളിലേക്ക് തങ്കച്ചന്റെ വീടിന്റെ 50 മീറ്റർ ദൂരപരിധിയിൽ പ്രതി ബൈക്ക് നിർത്തിയിട്ടു. മോഷ്ടിച്ച റബ്ബർ ഷീറ്റുമായി പ്രതി ബൈക്കിനടുത്തേക്ക് നടക്കുന്നതും ബൈക്കിൽ കയറ്റി റബ്ബർ ഷീറ്റ് കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സുനിൽ എന്ന വ്യക്തിയാണ് ബൈക്കിലെത്തിയതെന്നാണ് നാട്ടുകാർ പോലീസിന് നൽകിയ മൊഴി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് പപ്പ എന്നോട് ചോദിച്ചു, മോളെ നീ ഷീറ്റ് എടുത്തിട്ടോ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല പപ്പ ഷീറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം പപ്പ പറഞ്ഞേ ഞാൻ രാത്രി നോക്കിയപ്പോൾ ഷീറ്റ് അഴയെ കിടപ്പുണ്ടായിരുന്നു, ഇപ്പം ഷീറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഉടനെ എൻ്റെ സഹോദരിയോട് പറഞ്ഞ് എടി ക്യാമറയിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ഇതേപോലെ ഷീറ്റ് ഇങ്ങനെ മോഷണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ അവൾ മൊബൈലിനകത്ത് ക്യാമറയ്ക്കകത്ത് നോക്കിയപ്പം ചെറിയ നമുക്ക് ആളിനെ മനസ്സിലായിട്ടുണ്ട്. ഇല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്.
ഇയാൾക്ക് ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുക, നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്വന്റി അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.